Good morning, students. അടുത്ത question ഇതാണ്. Find the Fourier transform of convolution of functions f of x is equal to e raised to minus x square is equal to g of x. ഇവിടെ f of x എന്ന ഫംഗ്ഷനും g of x എന്ന ഫംഗ്ഷൻ സെയിം ആണ്, e raised to minus x square. നമുക്ക് ഇവിടെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. കൺവല്യൂഷൻ, Fourier transform of convolution of these functions. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫോർമുല എഴുതുക. എന്താണ് ഫോർമുല? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബൈ കൺവല്യൂഷൻ തിയറം, നമ്മുടെ ഫോർമുല പറയുന്നത് എങ്ങനെയാണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി, എഫ് സ്റ്റാർ ജി. ഇതാണ് ഇങ്ങനെ എഴുതുന്നത്. എഫ് എന്ന ഫംഗ്ഷനെ ജി എന്ന ഫംഗ്ഷനെയും കൺവല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ എഫ് ആൻഡ് ജി റെപ്രസെന്റഡ് ബൈ എഫ് ഓഫ് എഫ് സ്റ്റാർ ജി. That is equal to എന്താണ്? root of 2pi into f of x into f of x. Fourier transform of f of x into Fourier transform of g of x. Fourier transform of g of x. അപ്പോൾ f of x ന്റെ Fourier transform g of x ന്റെ Fourier transform കണ്ടുപിടിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് അതിന്റെ റൂട്ട് ഓഫ് 2π കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കൺവല്യൂഷൻ ഓഫ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഫോറിയർ ട്രാൻസ്ഫോം എഴുതുമ്പോൾ ഫസ്റ്റ് വി റൈറ്റ് ദ ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം. എന്താണ് ഫോർമുല? 1/√2π integral minus infinity to plus infinity, lower limit minus infinity, upper limit plus infinity, f of x e raised to minus isx dx. f of x e raised to minus isx dx. ഇനി നമ്മുടെ ഫംഗ്ഷൻ നോക്കാം. 1/√2π integral minus infinity to plus infinity, f of x എന്ന് പറയുന്നത് എന്താണ്? e raised to minus x square. e raised to minus x square കൊടുത്തു. e raised to minus x square into e raised to minus isx dx. 1/√2π integral minus infinity to plus infinity. ഇവിടെ നോക്കിയേ, e raised to minus x square into e raised to minus isx. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. law of indices x raised to m into x raised to n is equal to x raised to m plus n. x raised to m plus n ആണ്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ e raised to നമുക്ക് എന്താ കിട്ടും? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ minus x square plus minus isx by using the formula x raised to m into x raised to n എന്ന് പറഞ്ഞാൽ x raised to m plus n ആണ്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus x square into e raised to minus isx എന്താണ്? e raised to minus x square plus minus isx. ഇനി അടുത്ത സ്റ്റേജിൽ നമുക്ക് എന്ത് എഴുതാം? this is equal to 1/√2π ഇവിടെ നോക്കി, ഇവിടെ minus x square minus isx ആണ്. ഇപ്പൊ രണ്ടിലും നമുക്ക് എന്ത് മൈനസ് പുറത്തെടുക്കാം. ആ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇന്റഗ്രൽ minus infinity to plus infinity e raised to minus നമ്മൾ പുറത്തെടുക്കുമ്പോൾ x square plus isx x square plus isx dx. ഇനി ഞാൻ അടുത്ത സ്റ്റേജിൽ ചെയ്യാൻ പോകുന്നത് x square plus isx നെ ഞാൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി കൺവേർട്ട് ചെയ്യാൻ പോകും. പെർഫെക്റ്റ് സ്ക്വയർ ആയി കൺവേർട്ട് ചെയ്യണം. ഈ x square plus isx നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? is ആണ്. x ന്റെ കോഎഫിഷ്യന്റ് is ആണ്. is ന്റെ പകുതി എടുക്കുക. is ന്റെ പകുതി എത്രയാണ്? is/2. അത് സ്ക്വയർ ചെയ്യാം. is/2 ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? is/2 the whole square. അപ്പൊ x square plus isx ന്റെ കൂടെ is/2 whole square ആഡ് ചെയ്യുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നമ്മൾ ആ കൂട്ടി നമ്മൾ കുറച്ച് കളയണ്ടേ? is/2 the whole square. അപ്പോൾ ഒരു is/2 whole square കൂട്ടുന്നു, ഒരു is/2 whole square കുറച്ച് കളയുന്നു. അപ്പൊ ഇത് എന്താ വരുന്നത്? നമുക്ക് x plus is ഉണ്ടാ, x plus is/2, x plus is/2 the whole square minus is/2 the whole square.
അതായത് ഇവിടെ നമ്മൾ ചെയ്ത പ്രോസസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐ എസ് എക്സ് എന്ന് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് ഐ എസ് എക്സ് എന്നുള്ളത് എ സ്ക്വയർ പ്ലസ് 2ab ഫോം ആണ്. അതിന് നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്യണം. അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഐ എസ് എടുത്തു. എക്സിന്റെ കോഎഫിഷ്യന്റ് ഐ എസിന്റെ പകുതി എന്താണ്? ഐ എസ് ബൈ 2. അത് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ ഐ എസ് ബൈ 2 ഹോൾ സ്ക്വയർ. ഐ എസ് ബൈ 2 ഹോൾ സ്ക്വയർ ഇതിനോടുകൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഐ എസ് എക്സ് പ്ലസ് ഐ എസ് ബൈ 2 ഹോൾ സ്ക്വയർ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് ഐ എസ് ബൈ 2 ഹോൾ സ്ക്വയർ എഴുതാം. അപ്പൊ ഇവിടെ കൂട്ടി നമ്മളോട് കുറയ്ക്കുക മൈനസ് ഐ എസ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടും. രണ്ടാമത്തെ നമുക്ക് ഐ എസ് എക്സ് കിട്ടും. മൂന്നാമത്തെ ഐ എസ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/√2π integral minus infinity to plus infinity e raised to minus x plus is by 2 the whole square minus is by 2 the whole square. അപ്പോൾ നമ്മൾ അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്തു. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1/√2π integral minus infinity to plus infinity e raised to minus of x plus is by 2 whole square minus is by 2 the whole square. ഇനി നമുക്ക് ആ മൈനസ് പുറത്ത് വെക്കുമ്പോൾ 1/√2π integral minus infinity to plus infinity മൈനസ് നമ്മൾ അകത്തോട്ട് കയറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ e raised to minus x plus is by 2 the whole square into minus അകത്തോട്ട് കയറ്റുമ്പോൾ e raised to is by 2 the whole square. അങ്ങനെ രണ്ട് ടേം ആയിട്ട് എഴുതി is by 2 the whole square. അതായത് ഇവിടെ മൈനസ് ഓഫ് എക്സ് പ്ലസ് is by 2 ഹോൾ സ്ക്വയർ മൈനസ് is by 2 the whole square ആണ്. ഇവിടെ നമ്മൾ മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ e raised to മൈനസ് എക്സ് പ്ലസ് is by 2 the whole square into ഇവിടെ into dx. ഇവിടെ dx ഉണ്ട് is by 2 whole square. ഇനി ഇതിൽ നിന്ന് നമുക്ക് e raised to is by 2 പുറത്തേക്ക് എടുക്കാം. e raised to is by 2 പുറത്തെടുത്താൽ 1/√2π into e raised to is by 2 whole square എന്ന് പറഞ്ഞാൽ എന്താണ്? i square എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 minus s square by 4. minus s square by 4. 1/√2π e raised to minus is square by 4 integral minus infinity to plus infinity e raised to minus x plus is by 2 the whole square dx. e raised to minus s square by 4 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1/√2π into e raised to minus s square by 4 integral minus infinity to plus infinity then e raised to minus x plus is by 2 the whole square dx. ഇവിടെ വരെ എല്ലാവരും എഴുതിയെടുത്തേ, കൃത്യമായിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് ഫംഗ്ഷൻസ് f of x and g of x കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഫോർമുല എഴുതി. ഇതാണ് നമ്മുടെ ഫോർമുല. ആദ്യം തന്നെ f of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്താണ്? ഇവിടെ ഫംഗ്ഷൻ വരെ e raised to minus x square കൊടുത്തു. അതിനുശേഷം ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? x raised to m into x raised to n എന്ന് പറഞ്ഞാൽ x raised to m plus n. അപ്പോൾ minus x square plus minus isx രണ്ടായിട്ട് നമ്മൾ ഇനി അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? രണ്ടിലും കോമൺ ആയിട്ടുള്ള മൈനസ് ഞാൻ പുറത്തെടുത്തു. കണ്ടോ? മൈനസ് ഞാൻ പുറത്തെടുത്തപ്പോൾ അകത്ത് എന്ത് കിട്ടി? x square plus isx. ഈ x square plus isx-നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് കൂട്ടിയത്? is by 2 ഹോൾ സ്ക്വയർ കൂട്ടുകയും is by 2 ഹോൾ സ്ക്വയർ കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ കൂട്ടിയപ്പോൾ നമുക്ക് ഇതിനെ x plus is by 2 ഹോൾ സ്ക്വയർ മൈനസ് is by 2 ഹോൾ സ്ക്വയർ. ഇനി മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് ഓഫ് x plus is by 2 ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് ഓഫ് നമ്മൾ പ്ലസ് ആവും. അപ്പൊ ഇത് രണ്ടായിട്ട് വീണ്ടും തിരിച്ചു കഴിയുമ്പോൾ ഈ എസിന്റെ പാർട്ട് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോ 1/√2π i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. e raised to minus s square by 4 integral minus infinity to infinity e raised to minus x plus is by 2 the whole square dx. ഇവിടെ മെല്ലെ എല്ലാവരും എഴുതിയെടുക്കാം. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകട്ടോ.
ഇവിടെ എഴുതിയെടുക്കാം. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനായ e⁻x² ഫോറിയർ ട്രാൻസ്ഫോം കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെ പ്രത്യേകം നോക്കണം. നമ്മൾ റെഫറൻസ് സ്ക്വയർ ആക്കിയത് ലോ ഓഫ് ഇൻഡിസസ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? 1/√2π e⁻x²/4 integral -∞ to +∞ e⁻x+is/2 the whole square dx ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും എഴുതിയെടുക്കാം, കൃത്യമായിട്ട് എഴുതിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം കൺവല്യൂഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ഫോർമുല എഴുതുന്നു. എന്നിട്ട് എഫ് ഓഫ് എക്സ് എന്ന ഫോറിയർ ട്രാൻസ്ഫോം, എഫ് ഓഫ് എക്സ് ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണുള്ള ഫോർമുല കൃത്യമായിട്ട് എഴുതുക. ഇവിടെ എഫ് ഓഫ് എക്സിന്റെ e⁻ ആണ്, മൈനസ് ആണ്, dx ആണ്. എഫ് ഓഫ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x⁻m into x⁻n കൊടുക്കുന്നു, x⁻m + n. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് എന്താണ്? ഈ x² + isx-നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്യും. അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? എക്സിന്റെ കോഎഫിഷ്യന്റ് is ആയിരുന്നു. അതിന്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ ചെയ്യും. അതാണ് നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടുക. അങ്ങനെ വരുമ്പോ x + is/2 ഹോൾ സ്ക്വയർ എഴുതാം. അപ്പൊ ആ കൂട്ടിയത് നമ്മളിവിടെ കുറച്ച് പറയും. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മൈനസ് വരും, ഇത് മൈനസ് പ്ലസ് വരും. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ i² എന്നുള്ളത് -s²/4. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് കേട്ടോ. നെക്സ്റ്റ് പാർട്ട് ഇപ്പൊ ഇവിടെ വരെ എത്തിയത് കാണാം. നമുക്ക് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് എത്തി നിൽക്കുന്നത് ഇവിടെ വരെയാണ്. 1/√2π e⁻x²/4 integral -∞ to +∞ e⁻x+is/2 the whole square dx ആണ് ഇവിടെ വരെ എത്തിയത്. ഇനി ഇവിടെ നിന്നുള്ള ബാലൻസ് പാർട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു. ബാലൻസ് പാർട്ട്. ഇനി ഈ ഒരു ഉള്ളിലുള്ള ഈ ഫംഗ്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? e⁻x²/4 √2π. ഇതിന്റെ അകത്തുള്ള എന്താണ്? -∞ to +∞ e⁻x+is/2 ഹോൾ സ്ക്വയർ. ഇവിടെ ഈ ഒരു ടേബിൾ എന്നുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ സാധാരണ +2 പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിവിധങ്ങളായ ടൈപ്പുകളുണ്ട് ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? ഈ എക്സ് എന്നുള്ള വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. എക്സ് എന്നുള്ള വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ കൺവെർട്ട് ചെയ്യാൻ പോണത് x + is/2 എന്നുള്ളത് നമ്മൾ t എന്നെടുക്കും. x + is/2 എന്നുള്ളത് എന്താ എടുക്കണേ? t എന്നെടുക്കും. t എന്നെടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? dx = dt. dx = dt. അങ്ങനെ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റും ചേഞ്ച് ചെയ്യും. അപ്പൊ x ∞ ആവുമ്പോ നമുക്ക് t എന്നുള്ളത് എന്താവും? t എന്നുള്ളതും ഇൻഫിനിറ്റി ആയിരിക്കും. x എന്നുള്ളത് -∞ ആവുമ്പോ t എന്നുള്ളത് എന്ത് വരും? t എന്നുള്ളതും -∞. രണ്ട് ലിമിറ്റ് വ്യത്യാസമല്ലേ? ലിമിറ്റ് സെയിം ലിമിറ്റ് തന്നെയാണ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/√2π e⁻x²/4 ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് +∞. ലിമിറ്റിന് യാതൊരു ചേഞ്ചും ഇല്ല. e⁻, ഇവിടെ നമ്മൾ ഈ x + is/2 ന് പകരം കൊടുക്കും t²/2 കണ്ടു. e⁻x + is/2 നാണ് കൊടുക്കുന്നത്. അപ്പോ e⁻t²dt. x + is/2 നാണ് നമ്മൾ എന്ത് കൊടുത്തത്? t എന്ന് കൊടുത്തത്. അപ്പൊ നമ്മള് e⁻t²dt. e⁻t²dt. ഇനി നോക്കാം. 1/√2π into e⁻x²/4. ഇനി ഇവിടെ ലോവർ ലിമിറ്റ് -∞ ആണ്, അപ്പർ ലിമിറ്റ് +∞ ആണ്. നമ്മൾ ഈ ടിക്ക് നമ്മൾ -t എന്ന് കൊടുത്താലും there will be no change. അതായത് f of -t എന്നുള്ളത് f of t തന്നെ കിട്ടും നമുക്ക്.
എഫ് ഓഫ് മൈനസ് ടി എഫ് ഓഫ് ടി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ എന്നാ പറയണേ. ഇവിടെ ടിക്ക് പകരം മൈനസ് കൊടുത്താൽ there will be no change. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ ഈവൻ ഫംഗ്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യും. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടി? മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 times 0 to a f of x dx when f of x is even. f of x even ആണെങ്കിൽ minus a to a f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? 2 times 0 to a f of x dx ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? this is equal to 1 by root of 2 pi e raised to ഇവിടെ e raised to minus s square by 4 2 times 0 to infinity e raised to minus t square dt. e raised to minus t square dt. e raised to minus t square dt. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? e raised to minus s square by 4 e raised to minus s square by 4 then root of 2 pi integral. ഇവിടെ ഒരു 2 ഉണ്ടല്ലേ, ഇവിടെ ഈ 1 by root of 2 pi e raised to minus s square by 4 2 times 0 to infinity e raised to minus s square by 2 എന്നാണ്. s square by 2 s square by 4 2 times 0 to infinity e raised to minus t square dt എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 0 to infinity e raised to minus t square dt. അവിടെ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഫോർമുല പറയുന്നത് എങ്ങനെയാണ്? 0 to infinity e raised to minus m squared dm. e raised to ഇത് ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ്. ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി e raised to minus m squared dm എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾ ഓർത്തിരിക്കുക റൂട്ട് പൈ ബൈ 2 എന്നാണ്. ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യാനായിട്ട്. അതായത് 0 to infinity e raised to minus m squared dm എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് പൈ ബൈ 2. ഇവിടെ നോക്കിയേ 0 to infinity e raised to minus t square dt. m ന്റെ സ്ഥാനത്ത് t ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടും നമുക്ക്? this is equal to e raised to minus s square by 4 by root of 2 pi into 2 into e 0 to infinity e raised to minus t square dt ക്ക് പകരം എന്ത് കൊടുക്കാം? root of pi by 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 2 ഉം ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x ന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ഈ റൂട്ട് പൈയും ക്യാൻസൽ ചെയ്യാം. റൂട്ട് ഓഫ് 2 പൈ ആണ്. അപ്പോൾ റൂട്ട് പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ e raised to minus s square by 4 e raised to minus s square by 4 divided by root 2. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം f of x ന്റെ ആൻസർ എന്ത് കിട്ടി? e raised to minus s square by 4 by root 2. ഇതാണ് നമുക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ കിട്ടിയത്. ആദ്യം നമ്മൾ f of x എന്ന ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ e raised to minus s square by 4 by root 2. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ വരെ എത്തിയതിനു ശേഷം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച മെത്തേഡിന്റെ പേരെന്താണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഏതിലോട്ട് കൺവെർട്ട് ചെയ്ത്? ടിയിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് ഈ x പ്ലസ് ഐ എസ് ബൈ 2 ടി എന്ന് എടുക്കും. അങ്ങനെ x പ്ലസ് ഐ എസ് ബൈ 2 ടി എന്ന് എടുത്തു കഴിയുമ്പോൾ ഇത് e raised to minus t square dt എന്നാവും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx dt തന്നെയാണ് കിട്ടുന്നത്. e raised to minus t square dt ലിമിറ്റിൽ യാതൊരു ചേഞ്ചും ഇല്ല. ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി. അങ്ങനെ എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ e raised to minus t square dt യില് ഈ ടിക്ക് നമ്മൾ മൈനസ് ടി എന്ന് കൊടുത്താൽ there will be no change. f of t എന്നൊരു ഫംഗ്ഷനിൽ ടിക്ക് ഒരു ചേഞ്ച് കൊടുക്കുമ്പോൾ മൈനസ് കൊടുക്കുമ്പോൾ ചേഞ്ചും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ഈവൻ ഫംഗ്ഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ e raised to minus t square ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ we can apply the property of even function.
ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇന്റഗ്രൽ -a to +a f of x dx എന്ന് പറഞ്ഞാൽ 2 times 0 to a f of x dx ആണ്. 2 times 0 to a f of x dx when f of x is even. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 2 times 0 to infinity e raised to minus t square dt. ഇനി അടുത്ത സ്റ്റേജില് ഈ 0 to infinity e raised to minus t square dt അതൊരു ഫോർമുലയാണ്. ആ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് ആ ഫോർമുല? ഇന്റഗ്രൽ 0 to infinity e raised to minus m square dm is equal to എന്ന് പറയുന്നത് എന്താണ്? √π/2 ആണ്. 0 to infinity e raised to minus m square dm എന്ന് പറഞ്ഞാൽ എന്താണ്? √π/2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0 to infinity e raised to minus t square dt ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? നമ്മളിവിടെ √π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ √π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2ഉം 2ഉം കട്ടായി പോകും. ഇവിടെ √π കട്ടാവുന്നു. നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഫോറിയർ ട്രാൻസ്ഫോം f of x is equal to e raised to minus s²/4 √2 കേട്ടോ. e raised to minus s²/4 √2. എല്ലാവരും എഴുതിയെടുത്തേ. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം f of x കണ്ടുപിടിച്ചു. എന്ന് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ. കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ ആണ്. ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. ഈ ഒരു ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ആ ഫോർമുല? ഇന്റഗ്രൽ 0 to infinity e raised to minus m square dm is equal to എന്താണ്? √π/2. അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? f of x എന്ന ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം e raised to minus s²/4 √2 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് രണ്ടിന്റെ f of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമിലർലി എന്ന് പറഞ്ഞ് g of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം എഴുതാം. കാരണം എന്താണ്? ഇവിടെ f of x ഉം g of x സെയിം ആണ്. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ട്രാൻസ്ഫോം മാത്രം കണ്ടുപിടിച്ചാൽ മതി. f of x ന്റെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ g of x ന്റെ കാണാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? അത് തന്നെയാണത്. കാരണം രണ്ട് ഫംഗ്ഷനും സെയിം ആണ്. എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലേ? അപ്പൊ നമുക്ക് അവസാനം എന്താ ആൻസർ കിട്ടി? ഫോറിയർ ട്രാൻസ്ഫോം f of x e raised to minus s²/4 √2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൺക്ലൂഷൻ കണ്ടുപിടിക്കണം. കൺക്ലൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. കൺക്ലൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് g of x ന്റെ കിട്ടണ്ടേ? Similarly we can write Fourier transform of g of x is equal to എന്താണ്? e raised to minus s²/4 √2 തന്നെയാണ്. കാരണം എന്താണ്? √2 തന്നെയാണുള്ള കാരണം എന്താണ്? സെയിം ഫംഗ്ഷൻ ആണ് e raised to minus x². അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫോർമുല ഇതാണ്. നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √2π into Fourier transform f of x എന്താണ്? Fourier transform f of x e raised to minus s²/4 √2 into Fourier transform of g of x എന്താണ്? e raised to minus s²/4 √2. രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം? √2 into √2 എന്താണ്? √2 into √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ √2 ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു √2 ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ഇവിടെ ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? √π ഉണ്ട്. √π e raised to minus s²/4 ഉം e raised to minus s²/4 x raised to m into x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m plus n ആണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? രണ്ട് കൂട്ടി എഴുതുമ്പോൾ -2s²/4 -2s²/4 divided by root. Therefore √π/√2. അപ്പൊ ഇവിടെ നമുക്ക് ഒരുമിച്ച് √π/2 എന്ന് എഴുതാം. √π/2 into ഇവിടെ 2ഉം 4ഉം വെട്ടിക്കളയുമ്പോൾ e raised to minus s²/2. നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കൺവല്യൂഷൻ ഓഫ് ഫംഗ്ഷൻസ് f of x and g of x ന്റെ ആൻസർ എന്ത് കിട്ടി? √π/2 into e raised to minus s²/2. √π/2 into e raised to minus s²/2 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയത്.
കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ചെയ്ത പ്രോസസ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാൽക്കുലേഷനിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കറക്റ്റ് ആയിട്ട് ചെയ്തു വന്നാൽ മാത്രമേ നമുക്ക് e⁻⁻x ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു ഫംഗ്ഷന്റെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, ശരി.